ടീച്ചർ പറഞ്ഞ പോലെ പല എയർപോർട്ടിലും പല റൺവേയുടെ ലെങ്ത് ആണ്. ഇപ്പോ വലിയ എയർക്രാഫ്റ്റിൽ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ടുകൾ പൊതുവെ ദുബായ് പോലെ എയർപോർട്ട്, ദുബായ് എയർപോർട്ടിൽ കൂടുതലും 777-380 പോലുള്ള വലിയ ഫ്ലൈറ്റുകളാണ്. സ്വാഭാവികമായിട്ടും റൺവേയുടെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 12,000-13,000 ഫീറ്റ് ഒക്കെ വരും. പക്ഷെ ഈ പറഞ്ഞ ലക്ഷദ്വീപിലുള്ള എയർപോർട്ട് നോർമലി അവിടെ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റുകളുടെ വലിപ്പം അനുസരിച്ചാണ് റൺവേയുടെ ലെങ്ത് സാധാരണ ഉണ്ടാകുക. എനിക്കിപ്പോ എന്റെ ഫ്ലൈറ്റിന്റെ വെയിറ്റ് കൂടുമ്പോ ഈ റൺവേയുടെ ലെങ്ത് കുറവാണെങ്കിൽ, ഇപ്പൊ എന്തെങ്കിലും വലിയൊരു ഫ്ലൈറ്റ് ഉണ്ട്, എനിക്ക് ലണ്ടൻ വരെ പോകാൻ ഫ്ലൈറ്റിന് ഫ്യൂവൽ എനിക്ക് അതിനെ ലോഡ് ചെയ്യണം, ഫില്ല് ചെയ്യണം. പക്ഷെ ഈ വെയിറ്റ് കൂടുമ്പോ എനിക്ക് ഫ്ലൈറ്റിന് എന്റെ ടേക്ക് ഓഫ് ചെയ്യുന്ന സ്പീഡിലേക്ക് എത്താൻ എനിക്ക് ഒരുപാട് ദൂരം ഓടണം, മനസ്സിലായി? അപ്പൊ അത്രയും ലെങ്ത് ഈ റൺവേക്കില്ലെങ്കിൽ എനിക്ക് അത്രയും ഫ്യൂവൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഒന്നെങ്കിലും ടേക്ക് ഓഫിന് ഫ്യൂവൽ കുറക്കണം. ഫ്യൂവൽ കുറച്ച് ലോഡ് ചെയ്താൽ എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റിൽ ലണ്ടൻ വരെ പോകാൻ പറ്റില്ല, മനസ്സിലായി? അപ്പൊ നോർമൽ ഓപ്പറേഷൻ അവിടെ നിന്ന് എങ്ങോട്ടാണ് നടക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് എയർക്രാഫ്റ്റ് ആണോ ലാൻഡ് ചെയ്യുന്നത്, ഇതിനനുസരിച്ചായിരിക്കും എയർപോർട്ടിന്റെ റൺവേ നിശ്ചയിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് സ്ഥലത്തിന്റെ പരിമിതി ഉണ്ടാവും. സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും റൺവേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല.